എടാ ബാക്ക് സൈഡിൽ എവിടെയാടാ പോണത്? ആറ്റുകാലിന് ബാക്ക് സൈഡ് അറിയും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അതാ നടക്കുകയാണ് കേട്ടോ. പൊങ്കാലയുടെ ഒരു 3:30 ആയിട്ടുണ്ട് മണി. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങളൊരു 3:30 ആയിട്ടുണ്ട്. എല്ലാവരും പൊങ്കാല ഇടാനായിട്ട് ഇത് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ് കേട്ടോ. ഇവിടെ ഇതാ നിൽക്കുന്നത് എല്ലാവരും താലപ്പൊലി എടുക്കാനായിട്ടാണ് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ പിന്നെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഏതാണ്ട് ഒരു 4 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് ഇവിടെ ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡ് ആണ് ഇത്. തൊഴാനായിട്ട് ഒരുപാട് ആൾക്കാര് പോകുന്നുണ്ട് കേട്ടോ. വീണ്ടും പറഞ്ഞു പോവുകയാണ്, ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം. ഇന്ന് പൊങ്കാല ദിവസമാണ് അല്ലേ? അതെ, പൊങ്കാല ഇടാനായിട്ട് വന്നതാണ്. എവിടെ നിന്നാണ്? കാഞ്ഞിരപ്പള്ളിന്ന്. കാഞ്ഞിരപ്പള്ളിന്ന്. അപ്പൊ എപ്പോഴും വന്നത്? ഇന്നലെ വന്നതാണ്. എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഒരു വിധമൊക്കെ ഞാനിതാ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് നല്ല തിരക്കാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അങ്ങ് അവിടെ കലം വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം കേട്ടോ. അപ്പം എൻ്റെ എന്ത് പറയാനാണ്, ആറ്റുകാൽ വന്നപ്പം എൻ്റെ വീഡിയോ കാണുന്ന 2 ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് വീഡിയോയുടെ അഭിപ്രായം? പറയൂ. വീഡിയോ കൊള്ളാം, സൂപ്പറാണല്ലേ. എവിടെ നിന്നാണ്? കിളിമാനൂര്. അപ്പൊ നമ്മള് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരംകാരാണ്. അപ്പൊ ഞങ്ങൾ പോട്ടെ. എവിടെ അടുപ്പ്? നിങ്ങൾക്ക് കൂട്ടാനുള്ള സ്ഥലം കിട്ടിയോ? കിട്ടി. ഒരു വീട്ടിൻ്റെ അടുത്ത്. ഞങ്ങൾ പോട്ടെ എന്നാ. ഞങ്ങൾ ഈ വീട്ടിൽ കുറച്ച് അപ്പുറത്ത് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു എന്ത് പറയാനാണ്, ഒരു വാഴത്തോട്ടമാണ്. വാഴത്തോട്ടം. അതിനിടയ്ക്കാണ് ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ വലിയ സെലിബ്രിറ്റികളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കിട്ടുന്നിടത്ത് വാഴത്തോട്ടം, റബ്ബർ തോട്ടം. എവിടെയെങ്കിലും അമ്മയ്ക്ക് ഒരു പൊങ്കാല പോരെ. എൻ്റെ ആദ്യത്തെ പൊങ്കാല, എൻ്റെ കന്നി പൊങ്കാലയാണ്. എൻ്റെ വീട് അമ്പൂരിയാണ്. ശരി, പോട്ടെന്നാ. ഓക്കെ എന്നാ. ഇത് മൈക്കാണ്, കഴിക്കേണ്ടൊന്നും അല്ല. അമ്മ കൈ നീട്ടയാണ് നന്നാ തരുന്നതെന്ന്. അപ്പൊ അമ്മയെ അറിയാം അല്ലേ? അമ്മ എത്ര കാലം കൊണ്ട് ഈ ആറ്റുകാൽ പൊങ്കാലിടാൻ വരുന്നത്? 9ാമത്തെ വർഷം. അങ്ങനെയാണ്. ഇവിടെ അടുത്താണോ വീട്? അല്ല, കൊട്ടാരക്കര കുന്നത്തൂരിൽ നിന്നാണ് അമ്മ 9 വർഷം കൊണ്ട് ഇവിടെ ഇടുന്നത്. അമ്മേ, ഒരു വിശ്വാസം പറഞ്ഞാണ് ഇവിടെ വന്ന് ഇട്ടതിൽ അമ്മയ്ക്ക്? എനിക്ക് നല്ലതേ ഉള്ളു അല്ലേ? ഇനി ഇടാൻ തോന്നുന്നുണ്ട് അല്ലേ? അതാണ് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് വന്ന അമ്മയാണ് കേട്ടോ. ശരി അമ്മ, താങ്ക് യു. പേരെന്തോ അമ്മേ? വാസന്തി അമ്മ. അടിപൊളി പേരല്ലേ? ശരി എന്നൊക്കെ. വർഷം കൊണ്ട് ഇവിടെ വരുന്നു? ഒരുപാട് നാളുകൊണ്ട്. അമ്മയെ കുറിച്ച് 2 വാക്ക് പറ. എന്താണ് ഈ അമ്മയെ കുറിച്ച് പറയാനുള്ളത്? അമ്മ ഇവിടെ എനിക്കൊരു പരാതിയുണ്ട്. അത് പറയണം. ഇവിടെ ഇത് ചെയ്യണം. ഏത് ചെയ്യണം? ഈ ഇതൊരു മറന്നുപോയത്. പരാതി മറന്നാന്നേ? ഇത് ഇവിടുത്തെ ന്യായം. ഇവിടെ പാസ് എടുക്കണം. പാസ് വേണ്ട ഇനി തൊട്ട്. വയസ്സായവർക്ക് പാസ് തരുന്നില്ല. ഇഷ്ടപ്പെട്ടവർക്ക് പാസ് കൊടുക്കണം. ഇഷ്ടപ്പെട്ടവർക്ക് അങ്ങനെയൊന്നും പാസ് കൊടുക്കാൻ പാടില്ല. വയസ്സായാലും പരിഗണിക്കണം. പാസ് കൊടുക്കണേ. അവരെനിക്ക് പാസ് തരുന്നില്ല. തന്നില്ലേ നിങ്ങൾക്ക്? ഒരാള് ഇവിടെ ചെന്നപ്പോ പിടിച്ചിറക്കി കളഞ്ഞ. അയ്യോ, എന്നിട്ട് പിന്നെ ഞാൻ മറുവശം ചുറ്റി വന്ന്. നിങ്ങളെ പ്രാർത്ഥന അമ്മ കേട്ടത് അതറിയോ? പാസ് തരാത്തതുകൊണ്ടും മറുവശം ചുറ്റി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോയതുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥന കേട്ടു. അതെ, മനസ്സിലായോ? ശരി. താങ്ക് യു അമ്മേ. താങ്ക് യു. അമ്മയുടെ വീട് എവിടെ? തിരുവനന്തപുരം കടന്നു പോണ കാരേറ്റെന്ന് പറയും. പേടികുളം. വർഷങ്ങൾ കൊണ്ട് വരുന്നു അല്ലേ? വർഷങ്ങൾ കൊണ്ട് വരണ. ഇന്നലെ വരണില്ലെന്നും കൊണ്ടിരുന്ന ഞാൻ എന്നെ ദേവി ഇനി വരുത്തി എന്നാ. അതെ. ശകലവും വയ്യാത്ത ഇന്ന് ഓടിച്ചാടിയല്ലേ നടക്കുന്നത്? ഓടിച്ചാടി തന്നെ നടക്കണം. കാര്യമൊക്കെ ദേവി നടത്തി തരും. അതാണ് വിശ്വാസം കേട്ടോ. അപ്പൊ അമ്മേ നാരായണ ദേവി നാരായണ എന്ന് പറഞ്ഞേ. അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ ലക്ഷ്മി നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ
അമ്മേ മതി അമ്മേ, നമുക്ക് ഭദ്രേ നാരായണ. അമ്മ നിർത്താൻ തയ്യാറല്ല, കണ്ട അമ്മേ രക്ഷിക്കണേ. രക്ഷിക്കണേ. ആ ശരി അമ്മേ, താങ്ക് യു കേട്ടോ. ശരി ശരി. ഓ എവിടെ കൂടെ ഒത്തിരി നേരം ആവൂലേ? പെട്ടെന്ന് വരാം, വാ. അപ്പൊ പിന്നെ ഇത് എന്റെ ക്യാമറാമാൻ അടുത്ത ഒരു കെട്ടിടത്തിന്റെ മുകളിലൊക്കെ വലിഞ്ഞു കയറിയിട്ടാണ് ഈ വിഷ്വലൊക്കെ എടുക്കുന്നത് കേട്ടോ. കണ്ടോ ഇവിടുത്തെ തിരക്ക്. എന്തായാലും ഞാനും താഴെ നിൽപ്പുണ്ട്. ഇവിടെ അതെങ്ങനെ കണ്ട് ഞങ്ങൾക്ക് എന്തായാലും എന്ത് പറയാനാണ്, നേരത്തെ വന്നതുകൊണ്ട് ഇതൊക്കെ കാണാനും ഒക്കെ കൂടുതൽ നേരം പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി. പാലക്കാട് പെണ്ണ് പമ്പരം പോലെ കണ്ടത്. ഞങ്ങൾ തിരുവനന്തപുരം കാരാണ്. നിങ്ങൾ പാലക്കാട്ടിൽ നിന്ന് എപ്പോഴും വന്ന്? മെനിഞ്ഞാന്നേ വന്ന് ഇവിടെ സ്റ്റേ ആണ്. പിന്നെ ഓ ടൂറ് പോലെ പോയി അവസാനം ഇവിടെ എത്തി. പൊങ്കാലയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയതാണ് അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് നമ്മുടെ കലത്തിലൊക്കെ ഇതുപോലെ ഇടാനായിട്ട് കണ്ടോ, ഇതുപോലെ വെക്കാനായിട്ട് കളഭം എന്നാണോ കളഭം എന്നാണ് പറയുന്നത്. ഇതേ കണ്ടോ, കുറച്ച് ഇവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെത് കന്നി പൊങ്കാലയാണ്. അപ്പൊ എനിക്കിതിനെ കുറിച്ച് വലിയ അറിവില്ല. എന്ത് വീട്ടിൽ പോണില്ലേ? പൊങ്കാല ഇട്ടിട്ടേ പോണുള്ളൂ, പിന്നെ അല്ലാണ്ട് അല്ലേ. പൊങ്കാലയുടെ അടുപ്പൊക്കെ കൂട്ടിയാ എല്ലാം റെഡിയായി, ഇനി ഇട്ടാ മതി. 2 പ്രാവശ്യം തൊഴുത്. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ പാസ് തന്നില്ല, കയറ്റി വിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. ഞാൻ പോയി തൊഴുത്. പിന്നെ 2 പ്രാവശ്യം തൊഴുതെന്ന് പറയണ. 2 പ്രാവശ്യം പിന്നെ തൊഴുത്. ഇവര് പാസ് തരൂല. അമ്പൂരിയാണ്, അമ്പൂരി തിരുവനന്തപുരം. തിരുവനന്തപുരം ഇവിടെ ഈ ജില്ലക്കാര് തന്നെയാണ്. അമ്പൂരിയിലുള്ള അമ്പൂരിയാണ്. അതെ 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 അതെ. മധുര മാമധുര മല്ലിക്കൊടി എവിടെ ഒരു മുഴപ്പൂവ് 50 രൂപ. നല്ല വെറൈറ്റി ആയിട്ടുള്ള കുങ്കുമം ഉണ്ട് കേട്ടോ. കുങ്കുമം ഇടുന്നവർക്ക് വെറൈറ്റി ആയിട്ടുള്ള കുങ്കുമം ഉണ്ട്. അവിടെ എന്തുവാടാ അങ്ങോട്ട് ഇതേ പൊങ്കാലയ്ക്കുള്ള തേങ്ങ ചിരുമലും. അതാ മണ്ടയപ്പം അതിനടാ. അതിനെന്താ പേര് പറഞ്ഞേ? മണ്ടപ്പുറ്റ്. അത് ഇടുന്നവർക്കല്ലേ അറിയാം, എനിക്കിടില്ല, അറിയില്ലല്ലോ. മണ്ടപ്പുറ്റാണ് കേട്ടോ ഈ ഉണ്ടാക്കുന്നത്. ഞാറായല്ലേ, ഒരു കട്ടൻ തേയില ചായ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ഉഷാറായനല്ലേ. കുടിച്ചായിരുന്നാ? നിങ്ങളൊക്കെ കുടിച്ചായിരുന്നാ? അവിടെ എവിടെയാ വരുന്നേ? കൊല്ലം കണ്ടവർക്ക് ഇല്ലം വേണ്ടെന്ന് പറഞ്ഞുള്ളതാണോ? ഇല്ലം വേണ്ടെങ്കിൽ കടത്തിന്റെ പോയി കിടക്കാൻ. നിങ്ങളല്ലേ പറയുന്നത് കൊല്ലം കണ്ടവർക്ക് ഇല്ലം വേണ്ടെന്ന്? പഴഞ്ചൊല്ലി ചുമ്മാ പറയുന്നതല്ലേ. ഇപ്പൊ എന്തായാലും ഒരു ചായ കുടിച്ചിട്ടാവാം അടുത്ത്. എനിക്ക് നല്ല ഉറക്കത്തൂക്കം ഉണ്ട് എന്തായാലും. അപ്പൊ നമുക്ക് ഇതേ ചായ കുടിക്കണമെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിക്കണം കേട്ടോ. അത്രയും ആൾക്കാരൊക്കെ ഉണ്ടോ, ഇതിന്റെ ഇടയ്ക്കൂടെ എങ്ങനെ പോകുമെന്ന് അറിയില്ല. അപ്പം എന്തായാലും നമ്മുടെ അമ്മ അതാ കലത്തിന് ചുറ്റും ചന്ദനം തേക്കയാണ് കേട്ടോ. ഓക്കെ ആണോ? കെട്ടിക്കാം. അപ്പം ഇതാ നമ്മള് കലത്തിന് ചുറ്റും പൂവൊക്കെ വെച്ച് എൻ്റെ കന്നി പൊങ്കാലയും കൂടെയാണ്. അപ്പം അതിൻ്റെതായ ഒരു ഡെക്കറേഷൻ അല്ലേ അമ്മേ? ഓക്കെ ഓക്കെ. അപ്പം പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എന്നെപ്പോലെ എന്ത് പറയാനാണ്, ഈ വർഷം ഒരുപാട് പേര് ഫസ്റ്റ് ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ വരുന്നവരുണ്ട് കേട്ടോ. ആദ്യമായിട്ട് വരുന്നവരുണ്ട് എന്നെപ്പോലെ. അപ്പം ഞാൻ എന്തായാലും ശർക്കര പൊങ്കാലയാണ് കേട്ടോ. പ്രാവശ്യം ഒരു കലത്തിൽ ആദ്യമായിട്ട് ഇടുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് ഇടുന്നുള്ളൂ. അതും കൂടെ പറഞ്ഞു പോവുകയാണ്. ഇവിടെ എല്ലാവരും ഏതോ വയണയപ്പമൊക്കെ ഉണ്ടാക്കുന്നു കണ്ടോ. ആ സെക്ഷൻ വയണയപ്പമൊക്കെ ഉണ്ടാക്കുന്നു. എല്ലാവരും അവരുടേതായ ജോലികളൊക്കെ ചെയ്ത് തീർത്ത് വെക്കണം. എത്ര മണിക്കടാ? എത്ര മണിക്ക്? 9:30 കേട്ടോ പൊങ്കാല തുടങ്ങുന്നത്. അപ്പോൾ ഇനി ടൈമുണ്ട് നമുക്കല്ലേ. വീണ്ടും നിങ്ങളെ എല്ലാവരെയും ആറ്റുകാൽ പൊങ്കാലയിൽ കൂടാനായിട്ട് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പം എന്ത് പറയാനാണ്, ഇനിയും വരണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒരിക്കൽ വരുന്ന കഴിഞ്ഞ് വീണ്ടും നമുക്ക് വരാനായിട്ടുള്ള ഒരു തോന്നും. അമ്മേ നാരായണ എന്ന് പ്രാർത്ഥനയോടുകൂടെ
കുരവ് വിളിയോടുകൂടെ അടുപ്പ് കത്തിച്ച് എല്ലാവരും ഭയഭക്തിയോടുകൂടെ നിൽക്കുകയാണ്. എന്ത് പറയാനാണ്, ഈ ഒരു അവസരത്തിൽ എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നി. ഞാൻ ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനെ വന്ന് പൊങ്കാല ഇടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു ചാൻസാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയത്. അതിൽ വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം ഞാനിങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരവും കൂടെ കിട്ടിയത്. ഞാനത് അമ്മയോട് ഈ നിമിഷം നന്ദി പറയുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എന്തായാലും ഞാനത് പൊങ്കാലയിട്ട് എല്ലാം അരി പൊങ്ങി പതഞ്ഞ് തറയിലോട്ട് വീഴുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു ഐതിഹ്യം കേട്ടോ. പൊങ്കാല എന്ന് പറയുന്നത് തിളച്ചു തൂകണം അല്ലേ? അതെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ കന്നി പൊങ്കാല സൂപ്പറാണ്. ഇനിയും വരാൻ തോന്നുകയാണ്. അപ്പം ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇവിടെ പൊങ്കാല ഇടാൻ വരുമ്പോൾ എന്ത് പറയാനാണ്, ഇപ്പുറത്ത് സാധനങ്ങളില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സഹകരിക്കും കേട്ടോ അല്ലേ? അതാണ്. എന്തായാലും അതെ, കുറച്ച് വയണയല്ല നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ തന്നിട്ടുണ്ട്, ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ തിരുമ്മി വെച്ചതുമാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കുകയാണ്. പൊങ്കാലയുടെ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മുന്തിരി, കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അനി കരയുന്നത് കണ്ടൊന്നും നിങ്ങൾ എല്ലാരും കരയും കേട്ടോ. പൊങ്കാല ഇടുന്ന സമയത്ത് ഞാൻ മാത്രമല്ല, എല്ലാരും കരയും അല്ലേ? എല്ലാരും കരയും. അപ്പൊ അതാ അടുത്ത് നമ്മള് പഴമാണ് കേട്ടോ. പഴമാണ് ഞാൻ ചെത്തിയിട്ട് കൊടുത്തിട്ടുള്ളത്. എൻ്റെ പൊങ്കാല ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ടേ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇതേ വാഴത്തോപ്പിലെ വിശേഷമാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഇവിടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇവിടെ ആയിട്ട് മയങ്ങുന്നുണ്ട്. കാരണം 2-3 ദിവസം ആയവരൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്ത്. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നവരുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചു ഓൾറെഡി. അത് കഴിഞ്ഞിട്ട് എന്തുവാ ഇനി നേദിക്കാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് കേട്ടോ. ദേ ഉറങ്ങുന്നത് കേട്ടോ, നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഉച്ച വെയിലും ഒരെന്ത് പറയാനാണ്, അങ്ങനെയൊക്കെ ഒരു ക്ഷീണമുണ്ട്. പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തുറന്നു വെച്ചേ. ദക്ഷിണുള്ളവരിട്ടോ, ദക്ഷിണുള്ളവരിട്ടോ. പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തുറന്നു വെച്ചേ. അങ്ങനെ കിരളിയൊക്കെ ഒക്കെ കിട്ടി. അതൊന്നും മറന്നുപോയി. അങ്ങനെ ഞാൻ തന്നെ ഇട്ട പൊങ്കാലയാണ് കേട്ടോ. പൊങ്കാല ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും പറഞ്ഞു പോവുകയാണ്, നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ്. എൻ്റെ കന്നി പൊങ്കാലയും കൂടെ കേട്ടോ. അരെ വാ, സൂപ്പർ. മറുസൈഡ് നിൽക്കുന്ന ക്യാമറ ചിരിക്കുകയാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സൂപ്പറായിട്ടുണ്ട്. നല്ല ഉറക്ക ക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ദേ കാണുന്ന എല്ലാവരെയും കണ്ടോ, ഇതെല്ലാവരും പൊങ്കാല ഇട്ടിട്ട് പോകുന്നതാണ്. അപ്പം റോഡ് നല്ല എന്തു പറയാനാണ്, ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, ഒരുപാട് ഭക്തജനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എത്രമാത്രം ആൾക്കാർ ദേവീക്ഷേത്രത്തിൽ വന്ന് പൊങ്കാല ഇട്ടിട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയൊക്കെ തന്നെ കേട്ടോ ഇന്നത്തെ കാഴ്ച വിശേഷങ്ങൾ.